അപ്പൊ ഈ വീഡിയോ ഇല്ലേ നമ്മളെ ബാക്ക് വാഷ് എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. നമ്മൾ എത്ര ബാക്ക് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു പോന്നു കഴിഞ്ഞാലും പിന്നീടും അവർക്ക് സംശയമാണ് എങ്ങനെയാണ് ബാക്ക് വാഷ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാവാനുള്ള വീഡിയോ ആണ്, മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ ഈ വാൽവ് ഇങ്ങനെ ആയിരിക്കുള്ളൂ, ഫിൽറ്ററിയിലായിരിക്കുള്ളൂ കിടക്കണം, 1-ാം നമ്പറിലായിരിക്കുള്ളൂ കിടക്കണത്. അപ്പൊ ഈ വാൽവിന്റെ ഈ ഹാൻഡിൽ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് അടിയിലേക്ക് താത്തിയതിന് ശേഷം നമ്മൾ നേരെ ആന്റി ക്ലോക്ക് വൈസിൽ തിരിച്ചിട്ട് 2ലേക്ക് കൊണ്ടുവന്നിടാം. ഓക്കെ, ഇതാണ് ബാക്ക് വാഷ്. ഈ 2-ാം നമ്പറാണ് ബാക്ക് വാഷ്. ഈ ബാക്ക് വാഷിലിട്ട് നമ്മളെ വെള്ളം, ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ ബാക്ക് വാഷ് പുറത്തേക്ക് പോകും. ആ വെള്ളം തെളിഞ്ഞതിന് ശേഷം ഒന്ന് ഇതേപോലെ പിടിച്ചിട്ട് പ്രസ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസിൽ ഒന്നും കൂടി തിരിക്കുക. ഓക്കെ, എന്നിട്ട് 3-ാം നമ്പറിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു വെട്ടുണ്ട് ഇതിന്. ഈ വെട്ടിലേക്ക് കൃത്യമായിട്ട് വീണിരിക്കണം, അല്ലെങ്കിൽ വെള്ളം വെറുതെ പോകുള്ളൂ, ബാക്ക് വാഷ് നടക്കൂല. ഓക്കെ, അപ്പോൾ കൂടുതൽ അഴുക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചെയ്യേണ്ടത് ഒന്നും കൂടിയും റിട്ടേൺ അടിച്ച് വരാം. ഓക്കെ, എന്നിട്ട് 2-ലിടാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ 2-ലിടുമ്പോൾ ഒന്നും കൂടിയും വെള്ളം കലങ്ങി വീണ്ടും വരുന്ന കാണാം. ബാക്ക് വാഷിൽ കൂടി അഴുക്കുകൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ ബാക്ക് വാഷിൽ വെള്ളം തെളിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ റിൻസിലേക്ക് ഇടാം, 3-ാം നമ്പറിലേക്ക് ഇടാം. ഓക്കെ, ഇടുമ്പോൾ ഈ വെട്ടിലേക്ക് വീഴാം നിർബന്ധമായിട്ടാ. അങ്ങനെ 1-2 വട്ടങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ 2-ലേക്കും 3-ലേക്കായിട്ട് ഇങ്ങനെ ഇടാം. എന്നിട്ട് ലാസ്റ്റ് 3-ലേക്ക് തന്നെ ഇടാം. 3-ലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഫിൽറ്ററിലേക്ക് ഇടാം. ഓക്കെ, ഇതാണ് നമ്മളെ ബാക്ക് വാഷിംഗ് സിസ്റ്റം കേട്ടോ. അപ്പോൾ 2 സിലിണ്ടർ ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ 2-ാമത്തെ സിലിണ്ടർ ഫിൽറ്ററിയിലായിരിക്കും കിടക്കുന്നത്, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ആദ്യത്തേത് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വാഷും കഴിഞ്ഞ് റിൻസും കഴിഞ്ഞ് ഫിൽറ്ററിലേക്ക് ഇട്ട ശേഷം 2-ാമത്തത് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ബാക്ക് വാഷ് ചെയ്യുക. ഓക്കെ, 2-ാമത്തത് കേട്ടോ. 2-ാമത്തെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ 2-ാമത്തേൽ എന്തുണ്ടാവില്ല, അധികം അഴുക്കുകൾ ഉണ്ടാവില്ല. കാരണം ആദ്യത്തേലായിരിക്കുള്ളൂ കൂടുതൽ അഴുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2-ാമത്തത് കുറച്ച് നേരം മാത്രം നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുള്ളൂ, ബാക്ക് വാഷ് ചെയ്യാനുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, 2-ാമത്തത് ബാക്ക് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും റിൻസിലേക്ക് ഇടുക, 3-ാമത്തേലേക്ക് ഇടുക. റിൻസിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഫിൽറ്ററിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് വാഷിംഗ് സിസ്റ്റം കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ബാക്ക് വാഷുകൾ ചെയ്യുക. കൂടുതൽ അഴുക്കുള്ളവർ എന്ത് ചെയ്യണം, ബാക്ക് വാഷിൽ ഇട്ടതിന് ശേഷം റിൻസിലേക്ക് ഇടുക, വീണ്ടും ബാക്ക് വാഷിലേക്ക് ഇടുക, വീണ്ടും റിൻസിലേക്ക് ഇടുക. ഇങ്ങനെ ഒരു 2-3-4 വട്ടം ചെയ്തതിന് ശേഷം റിൻസിൽ നിന്ന് ഫിൽറ്ററിലേക്ക് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്ക് വാഷ് അറിയാത്തവർ ഇതുപോലെ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി ആഴ്ചയിൽ ചെയ്യാൻ നോക്കുക. കൂടുതൽ അഴുക്കും ടർബിഡിറ്റി ഒക്കെ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ 3-4 ദിവസത്തുമ്പോഴെങ്കിലും എന്ത് ചെയ്യുക, ബാക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.